എല്ലാവർക്കും നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ആയിരുന്ന പൾസർ സുനി ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ അയാളുടെ ജീവിതം നമ്മൾ കണ്ടു. ഭയങ്കര ലക്ഷറി ലൈഫാണ് പുള്ളി നയിക്കുന്നത്. ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമാ ഫീൽഡിലുള്ളവർ തന്നെയാണ് അയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ രഹസ്യങ്ങൾ ഈ പുള്ളിക്കറിയാം, ഇവൻ്റെ രഹസ്യങ്ങൾ അവർക്കറിയാം. അങ്ങനെയൊക്കെയുള്ള കുറേ കുതികാൽ വെട്ടലിൻ്റെ ഒരു ലോകം തന്നെയാണ് ഈ ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ ചരിത്രം എടുത്താൽ അറിയാം, ഒരു നല്ല മരണം ഇവർക്ക് ലഭിക്കാറില്ല. മിക്കതും പെടുമരണമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നുള്ളതാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരുടെ കാര്യം. അവർക്കത് ഒന്നെങ്കിൽ അവർ സമ്പാദിക്കുന്ന സ്വത്ത് അവർക്കത് ഉപയോഗിക്കുവാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കാറില്ല. അതല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചത് മുഴുവൻ ഇവർ തട്ടിക്കളിച്ച് നാനാവിധമാക്കി കളയും. അവസാനം ഇവരുടെ കുടുംബക്കാർക്കോ തലമുറകൾക്കോ പോലും അതുകൊണ്ടൊരു പ്രയോജനവും ലഭിക്കാറില്ല. അവസാന കാലഘട്ടത്തിൽ ഇവർക്കും അത് പ്രയോജനപ്പെടാറില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിലിം ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷി ഇല്ലാത്ത ഇടം ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ പരിപാടി. ഞാനൊരു 75% ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കുന്നത്. 25 അതിനകത്ത് നല്ല ആൾക്കാരുണ്ട്. കാരണം കാടടച്ച് വെടിവെക്കുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടു. എല്ലാവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ ഫേക്ക് ന്യൂസുകളുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ പറയുന്ന നടിമാരുടെ ചരിത്രം എടുത്താൽ അവളുമാരും നല്ല ആൾക്കാരൊന്നുമല്ല. അവളുമാരും ഇത് കുറേ എന്താ പറയുക, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിരിക്കുന്ന ജീവിതം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു ജീവിതം നയിക്കാതെ അങ്ങോട്ടിങ്ങോട്ടും കുതികാല് വെട്ടി കുറേ പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇവർക്ക് നഷ്ടമാകുന്നു. ഇവരെ തോളിലേറ്റിയ ജനം തന്നെ ഇവരെ താഴെ ഇറക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരീചികയാണ്. എന്ന് വെച്ചാൽ യാതൊരു ഒരു നല്ലതല്ലാത്തൊരു വിധത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കുറേ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ കുറേ നഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതം തന്നെ പണയപ്പെടുത്തി സമ്പാദിക്കുന്ന ഒരു കൂട്ടരും, പിന്നെ ലഹരി ഉപയോഗിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരു കൂട്ടരും, അല്ലെങ്കിൽ ഏത് മദ്യം മയക്കുമരുന്നതുപോലുള്ളതിനകത്ത് അതിനകത്ത് തന്നെ മുഴുകി ജീവിതം നാനാവിധമാക്കുന്നവർ. പിന്നെ മറ്റൊരു കാര്യമെടുത്താൽ ഒരു നല്ല കുടുംബജീവിതം പോലും ഇവർക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. മിക്ക ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒന്നും ബന്ധത്തിന് പോലും ഒരു മൂല്യമില്ല. എന്ന് വെച്ചാൽ സ്വന്തം മക്കൾക്ക് പോലും ഇവരെ വേണ്ട. അപ്പന് അമ്മയ്ക്കും മക്കളെ വേണ്ട, മക്കൾക്ക് അപ്പനെയും അമ്മയും വേണ്ട. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം. ഇതാണ് ഫിലിം ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്മാർ ചെയ്തു കൂട്ടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലതല്ലാത്ത രീതിയിൽ ഇവന്മാർ നടക്കുകയും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ ഇവന്മാർ ജീവിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി ആർഭാടത്തോടെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്നു. ഒത്തിരി കൊള്ളരുതായ്മകൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം ഇവർ ഒരു വിലയുമില്ലാതെ ആയിത്തീരുന്ന ഒരവസ്ഥയൊക്കെയാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ചരിത്രമെടുത്താൽ കാണുന്നത്. കൊല്ലും കൊലയും കൊല്ലിപ്പിക്കലും കൊട്ടേഷൻ കൊടുക്കലും തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ നടക്കുന്നു. കുടുംബജീവിതത്തിന് വിലയില്ല. കുടുംബജീവിതം നശിപ്പിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു കുടുംബത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഇവർ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നു, അപ്പപ്പ കാണുന്നവൻ്റെ കൂട്ടത്തിൽ പോകുന്നു. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി 10, 15, 18 വർഷമൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ട് അവസാനം പിരിഞ്ഞു പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓർക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ വേണ്ടുന്നത് ഒരു സമാധാനമാണ്, ഒരു സ്വസ്ഥതയാണ്, ഒരു നല്ലൊരു കുടുംബജീവിതമാണ്. അത് മക്കൾക്കാകാം, അപ്പനും അമ്മയ്ക്കുമാകാം, ആർക്കുമാകാം. പക്ഷേ അതൊന്നും അനുഭവിക്കുവാനുള്ള യോഗം ഒരു പരിധി വരെ ഈ സിനിമാക്കാർക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലോട്ട് പോകുമ്പോൾ കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാൻ ഇവരുടെ നല്ല സമയത്ത് ഇവർക്ക് സാധിക്കാറില്ല. ഇനി ഇവർ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരുടെ കുടുംബമൊക്കെ താറുമാറായിട്ടുമുണ്ടാകും. ഒന്നെങ്കിൽ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും പുറകെ പോകും, അല്ലെങ്കിൽ ഭാര്യ വേറെ ആരുടെയെങ്കിലും പുറകെ പോകും, അല്ലെങ്കിൽ മക്കൾ ഏതെങ്കിലും തോന്നുന്നത് പോലെ പോകും. ഇങ്ങനെ ഒരു വിധത്തിൽ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ സിനിമാക്കാർ ജീവിച്ചു പോകുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം ഇവരുടെ ഒരു ക്രൂരമായ ജീവിതമാണ്. ഇപ്പോൾ പൾസർ സുനി അവൻ നല്ല കാര്യമൊന്നും ചെയ്തിട്ട് പുറത്തോട്ട് വന്നവനല്ല. അവന് ഏറ്റവും നീചമായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പിച്ചു ചീന്തിയവനാണ്. അവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുവാൻ ഈ സിനിമാക്കാർക്ക്. കാരണം അവന് വലിയ എന്താ പറയുക,
നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നവനോ അല്ലെങ്കിൽ ഒത്തിരി സ്വത്തുള്ളവനോ ഒന്നുമല്ല. പക്ഷെ അവന് ഇത്രയും വില കൂടിയ ഡ്രസ്സുകളുമൊക്കെ ഇട്ട് ഇത്രയും ആഡംബര കാറിലൊക്കെ ഇവന് സഞ്ചരിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഇവൻ്റെ പിന്നിൽ മറ്റാരൊക്കെയുണ്ട്, ഇവനെ ആരൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും ലഹരി മാഫിയയുടെ കെണിയിൽ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ കണ്ണിയായിരിക്കണം. അപ്പോൾ ഇതൊന്നുമല്ലാതെ നല്ല രീതിയിൽ ഇവന് സമ്പാദിച്ച് കൂട്ടിയതൊന്നുമല്ല. അപ്പോൾ ഇവനെ പോലെയുള്ളവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു കൂട്ടർ പുറകിലുണ്ട് എങ്കിൽ ഓർക്കുക, അവരൊന്നും ഒരു മനുഷ്യന്മാരുടെ ഗണത്തിൽ ഇവരെ പെടുത്താൻ പറ്റത്തില്ല. ഇവരൊക്കെ ചെന്നായി കൂട്ടങ്ങളെന്ന് മാത്രമേ ഇവരെയൊക്കെ വിളിക്കുവാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവരുടെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. വെറും പുഴുവരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവന്മാർ പോകുന്നതിന് പിന്നിലത്തെ യാഥാർത്ഥ്യ കാരണവും അത് തന്നെയാണ്. കാരണം ക്രൂരരായ ഒരു മനുഷ്യർ ഒരിക്കലും നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു അവസാനം ലഭിക്കത്തില്ല എന്നുള്ളത് നമ്മൾ ഒത്തിരി പേരുടെ ജീവിതം കൊണ്ട് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സിനിമാക്കാരെ എടുത്തു നോക്കിയാൽ ഒരു ഭാഗത്ത് അവർ കത്തി നിൽക്കും, മറുഭാഗത്ത് ഇവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾക്കും തരുന്ന ഒരു പാഠം തന്നെയാണ്. കാരണം നന്നായിട്ട് ജീവിച്ചാൽ ഒരു നല്ല അന്ത്യം നമ്മൾക്കുണ്ടാവുക തന്നെ ചെയ്യും, ഒരു നല്ല കുടുംബത്തിൻ്റെ ശേഷിപ്പ് നമ്മൾക്കുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വലിയ പാഠം നമ്മളുടെ മുൻപിലും ഇതൊക്കെ വയ്ക്കുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.